ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഗ്ലോണിമ പ്ലാന്റ്സ് നട്ടു വളർത്തുന്നത് പലർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. പക്ഷേ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം തന്നെ നമ്മളൊരു ചെടി സെലക്ട് ചെയ്യുമ്പോൾ ഒരു പോട്ട് ഏകദേശം ആ ചെടിക്ക് വളരാൻ പാകത്തിനുള്ള പോട്ട് മതി. ഒരുപാട് ചെറിയ ചെടിയാണെങ്കിൽ വലിയ പോട്ട് വേണ്ട, വലിയ ചെടിയാണെങ്കിൽ ചെറിയ പോട്ട് എടുക്കരുത്. ആദ്യം പോട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ പോട്ടിംഗ് മിക്സിൽ ഗാർഡൻ സോയിൽ, കരിയില അത്രയൊക്കെ ഇട്ടാൽ മതി. ആദ്യം തന്നെ നല്ല മണ്ണാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് അത്യാവശ്യം ചരൽ മണ്ണ് പോലത്തെ മണ്ണായിരിക്കണം. പിന്നെ ഒരുപാട് കട്ടയായി പോകുന്ന മണ്ണ് എടുക്കരുത്. കട്ടയായി പോകുന്ന മണ്ണെടുത്താൽ അതിൽ വേരോട്ടം ഉണ്ടാവില്ല ചെടിക്ക്. അപ്പം കുറച്ചൊരു തരിത്തരി മണ്ണാണ് ഏറ്റവും നല്ലത്. വെറും മണ്ണിൽ മാത്രം നട്ട് വെച്ചാലും മതി. അതിനുശേഷം വേരൊക്കെ പിടിച്ചതിന് ശേഷം മാത്രം വളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ നടുമ്പോൾ തന്നെ വേണമെങ്കിൽ കുറച്ച് കരിയില, കമ്പോസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഗാർഡൻ സോയിലും ചേർത്ത് കൊടുക്കാം. ഇനി മണ്ണ് കിട്ടാത്തവരാണെങ്കിൽ മണൽ ഉപയോഗിക്കാം. മണലും കിട്ടാത്തവരാണെങ്കിൽ ഉമി ഉപയോഗിക്കാം. ഉമി മണ്ണ് ഒരുപാട് ഉപയോഗിക്കരുത്. മണ്ണ് കൂടുതലും ഉമി കുറവും ഉപയോഗിച്ചാൽ മതി. പിന്നെ കരിയില, കമ്പോസ്റ്റ്, അങ്ങനെ നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കാം. അപ്പം എനിക്ക് മണ്ണ് അത്യാവശ്യം കിട്ടുന്നതുകൊണ്ട് മണ്ണും കരിയിലപ്പൊടിയും ഇടാറുണ്ട്. കരിയിലപ്പൊടി ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല, ഉള്ളപ്പോൾ മാത്രം. അല്ലാത്തപ്പോൾ ഞാൻ വെറും മണ്ണിലാണ് നട്ട് വയ്ക്കുന്നത്. മണ്ണിൽ നട്ട് വെച്ച് പോട്ടിൽ മണ്ണ് നിറച്ച് ചെടിയിൽ നട്ട് വെച്ചതിന് ശേഷം ഒരു 2 ആഴ്ച നമ്മളതിനെ നല്ല തണലത്ത് വയ്ക്കാം. അഗ്ലോണിമ പ്ലാന്റ്സ് ഒരിക്കലും ഡയറക്റ്റ് വെയിലത്ത് കൊണ്ടുവയ്ക്കരുത്. ഡയറക്റ്റ് വെയിലത്ത് കൊണ്ടുവച്ചാൽ അതിൻ്റെ ഇല മഞ്ഞ കളറായിട്ട് കരിഞ്ഞു പോകും. പിന്നെ അതിൻ്റെ ഇലയുടെ ആ ഭംഗി, കളറൊന്നും അതിലുണ്ടാവില്ല, ഒക്കെ നശിച്ചു പോകും അതിൻ്റെ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് വെയിലത്ത് കൊണ്ടുവയ്ക്കരുത്, തണലത്ത് വയ്ക്കാം. 2 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വളമായിട്ട് ചേർക്കുന്നത് ചാണകമാണ്. ചാണകം കലക്കി ഒഴിക്കുക, അല്ലെങ്കിൽ ചാണകപ്പൊടി ചേർക്കാം. അത് മാത്രമാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ നല്ല വളർച്ച ഉണ്ടാകുന്നുണ്ട് ചെടിക്ക്. അഗ്ലോണിമ പ്ലാന്റ്സിനൊക്കെ അത് മാത്രം മതി എന്നാണ് ഞാൻ ചെടി വളർത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം കുറച്ച് വളം ചേർത്ത് കൊടുക്കാം. പിന്നെ ചെടി വളരുന്നതിനനുസരിച്ച് മാത്രം നമുക്ക് വളത്തിൻ്റെ ഉപയോഗം കൂട്ടിയാൽ മതി. മാസത്തിൽ 2 തവണ മാത്രം വളം ഉപയോഗിച്ചാൽ മതി. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. വെള്ളം ആവശ്യത്തിനൊരു നനവ് മാത്രം മതി. ചെടിയിൽ നനവ് കുറയുന്നതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ പോട്ടിൽ ഒരിക്കലും വെള്ളം കെട്ടിക്കിടക്കരുത്. വെള്ളം കിടന്നാൽ എന്താണെന്ന് വെച്ചാൽ റൂട്ട് ചീഞ്ഞു പോകും. റൂട്ട് ചീഞ്ഞു പോയാൽ പ്ലാന്റ് നശിച്ചു പോകും. അപ്പം വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ട് മിക്സ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ട് അഗ്ലോണിമ പ്ലാന്റ് നട്ടു നോക്കൂ, നിങ്ങൾക്കും വിജയം ഉറപ്പാണ്.